ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. എൻ്റെ കസിൻ്റെ മാരേജ് ആണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാകാൻ നിൽക്കുകയാണ്. അപ്പോൾ വലുതായിട്ടൊന്നുമില്ല, ഒരു കുർത്തി ലുക്കിൽ എങ്ങനെയുണ്ടാവും നമ്മുടെ, ഞാൻ ഫേസ് മേക്കപ്പ് ആട്ടി ഹൈലൈറ്റ് ചെയ്യുന്ന വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു സിമ്പിളും അല്ല വലിയ എച്ച് അല്ല, സാധാരണ ഒരു നമ്മൾ നോർമൽ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എങ്ങനെയാണ് റെഡി ആവുന്നുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ അതിൽ തന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. ഞാനതിൻ്റെ ഫൈനൽ ലുക്ക് കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാന ഭാഗത്താണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കാണാം. ഓക്കെ. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ഞാൻ എൻ്റെ ഫേസൊക്കെ സ്കിൻ കെയർ റൂട്ടീനൊക്കെ ചെയ്തു സെറ്റായിട്ടുണ്ട്. ഞാൻ ക്ലൻസ് ചെയ്ത് ടോണർ യൂസ് ചെയ്ത് സെറം ഇട്ട് മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ട് അപ്പോൾ ഒക്കെ എല്ലാം ചെയ്ത ശേഷമാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന NYBയുടെ 3-in-1 സെറം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാം, ഇത് കാണിക്കുമ്പോൾ തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഇത് കഴിയാറായി. കുറേ നാളായിട്ട് ഞാനിത് കുറേ ആയി യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സെറം. ഇതില്ലാതെ എനിക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ എൻ്റെ ബേസ് സാധനമാണ് മേക്കപ്പിൽ. ഞാൻ വേറൊന്നും ഫൗണ്ടേഷൻ കാര്യങ്ങൾ ചെയ്യില്ല, ഈ ഒരു സെറാണ് കേട്ടോ നമ്മുടെ ബേസ് കാര്യം. പിന്നെ ഇതിനൊരു ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് ചെയ്യാം. ഓക്കെ. ഇത് നമുക്കിനി സ്മൈൽ ചെയ്തെടുക്കാം. ഞാൻ കൈവച്ച് തന്നെ ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സ്പോഞ്ച് യൂസ് ചെയ്യാം. ഓക്കെ. എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് സ്മെൽ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ NYBയുടെ പ്രോസ്റ്റർ. ഇതിന് പോകുന്ന ഫങ്ഷൻ ലുക്കൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഹൈലൈറ്റിന് നമ്മൾ നോർമൽ എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ കുറച്ച് യൂസ് ചെയ്താൽ മതി. എല്ലാവരും നമുക്കിതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് അല്ലെ ഷൈൻ ചെയ്യുന്ന വിധത്തിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നവർ ആണെങ്കിൽ അതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതിന് ശേഷം അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ നമ്മളെ ഫേസിനത് കാണില്ല. പിന്നെ അത് അധികം ഒരു ഓയിലി ടൈപ്പാണ്. അപ്പോൾ ഓയിൽ ഇഷ്ടമില്ലാത്തവർക്ക് അതത്ര പറ്റില്ല. ഒരു ഷൈൻ ചെയ്യുന്നെങ്കിൽ അവിടെ ഒരു തിളങ്ങണമല്ലോ, അപ്പം ആ ഒരു അവിടെ ഉണ്ടാവും. അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് പറ്റില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം അത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്യുന്നത്. കൊടുത്തത് ഐ ഷാഡോ ആണ്. ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ് എടുക്കാം.
നമ്മൾ ആദ്യം ഈ ഒരു സർക്കിൾ കണ്ടില്ലേ, ഐ ഷാഡോ എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും നമ്മളിങ്ങനെ ഒരു സർക്കിളിൽ ആദ്യം ഇതൊന്ന് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സർക്കുലാർ മോഷനിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ബ്രഷ് നമ്മളിങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ അധികം പെട്ടെന്ന് ഇട്ട സാധനം ഐ ഷാഡോ മൊത്തം അതിങ്ങനെ ഇതാവും. അപ്പോൾ ഇത് ഏറ്റവും സൈഡ് പിടിച്ചിട്ട് നമ്മളൊന്നിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അതിങ്ങനെ സർക്കിൾ വരച്ച് കൊടുക്കാം. നമ്മളധികം നമ്മുടെ ഇന്നർ പോർഷനിൽ അധികം കൊടുക്കാതെ ഔട്ടറിലേക്ക് എത്തുമ്പോൾ ചെയ്യാം. ഇന്നർ അധികം കൊടുക്കാതിരിക്കാം. രണ്ടും കൂടി നമ്മൾ ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് നോക്കാം. എവിടെയെങ്കിലും കുറച്ച് അധികം ഉണ്ടെങ്കിൽ അത് നമ്മൾ എക്സസ് ആയിട്ട് ഒന്ന് നന്നായിട്ട് അതൊന്ന് അങ്ങനെ ചെയ്തെടുക്കാം. ചെയ്തിട്ടില്ല, അപ്പം ലിപ് ബാം യൂസ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ലിപ് ബാം ലിപ്സ്റ്റിക്കിന് കുറച്ച് മുന്നേ യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്ത ലിപ് ബാം ഡോട്ട് ആൻഡ് കീയുടെ ലിപ് പ്ലംബിംഗ് മാസ്ക് ആണ്. വൈറ്റമിൻ C+E. അപ്പം സെറ്റ് ആവും. ഇനി നമുക്ക് ഐബ്രോ ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് എപ്പോഴും നമ്മൾ ഡാർക്കൻ ചെയ്ത് കൊടുക്കാതിരിക്കുക കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ ഏറ്റവും സൈഡിൽ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഡാർക്കനാവാതെ ഇരിക്കും. അധികം ഡാർക്കൻ വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാൻസിനൊക്കെ ചെയ്യുന്ന ഒരു ലുക്ക് കിട്ടും. അപ്പോൾ നോർമൽ ലുക്ക് കിട്ടില്ല. നിങ്ങളെപ്പോഴും ഐബ്രോസ് ചെയ്യുമ്പോൾ അധികം ഷാർപ്പൻ ചെയ്ത് വരയ്ക്കാതെ നോക്കാം. ഞാൻ ഓരോരുത്തർക്കൊക്കെ വരച്ച് കാണാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണോ അറിയാതെ വരയ്ക്കുന്നതാണോ എനിക്കറിയില്ല. നല്ല ഡാർക്ക് മറ്റേ നമ്മൾ തിരികെ എഴുതിയ പോലെ ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ. എങ്കിലും ഉണ്ടെന്നോ അല്ല ഇല്ലാന്നോ നമുക്ക് ഫീൽ ചെയ്യാത്ത വിധത്തിലാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നമ്മൾ ഒന്ന് ബ്രഷ് ചെയ്ത് ബ്രഷ് വെച്ചിട്ട് നല്ല ഡാർക്കൻ പിരികൊക്കെ ഉള്ളവർക്ക് നല്ലതാട്ടോ, നല്ല ഉണ്ടാവും. ഐബ്രോസ് വരച്ചു കൊടുത്താൽ നല്ല ഉണ്ടാവും. എൻ്റെ അത്ര വലിയ ഷേപ്പില്ലാത്ത പിടിക്കായതുകൊണ്ട് അത്ര വലിയ ഭംഗിയില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഐബ്രോസ് അങ്ങനെ യൂസ് ചെയ്യാറ് കുറവാണ്. അങ്ങനെ ഇട്ട് കൊടുക്കാനില്ല, വലിയൊരു ഭംഗി കിട്ടാത്തതുകൊണ്ട് തന്നെ. ഏകദേശം നമ്മളിനി ഐലൈനറാണ്. ഓക്കെ, അപ്പോൾ ഐലൈനർ കൊടുത്തു. ഷെയ്ഡ് ഒന്ന് കറക്റ്റ് നോക്കാം കേട്ടോ. എല്ലായിടത്തും ടച്ച് ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാജൽ, മിഡ് നൈറ്റിൻ്റെ റെനിയുടെ മിഡ് നൈറ്റ് കാജലാണ്. ഐലൈനർ ട്യൂട്ടോറിയൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ചാനലിലുണ്ട് കേട്ടോ.
ബിഗിനേഴ്സിനൊക്കെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഐലൈനറും കാജലൊക്കെ ഇടാൻ അറിയാം. എല്ലാവരും ഇപ്പോൾ പൊതുവെ ഇടാറുണ്ട് അല്ലേ. പണ്ടത്തെ കുറച്ചു കാലം മുന്നേ ആണെങ്കിൽ അങ്ങനെ അത്ര ആ ഒരു അറിയുന്നുണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും എല്ലാവരും എല്ലാ മേക്കപ്പും ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ മസ്കാര ഇല്ല, അതിന് പകരം ഞാൻ എൻ്റെ ഐലൈനർ കൊണ്ട് തന്നെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളധികം ഗേൾസ് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ഓരോരോ ഫേഷ്യൽ എക്സ്പ്രഷനാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ പഠിക്കുന്നത് രീതിയിലാണ് പഠിക്കുന്നത്. അത് ഇപ്പോൾ ഇങ്ങനെ നമ്മളെ കണ്ണൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് കാണാം. ഞാൻ എൻ്റെ അറിയാതെ ശ്രദ്ധിച്ചു പോകാൻ കുറേ മണ്ടത്തരം കാണിക്കാറുണ്ട് നമ്മൾ അല്ലേ. മണ്ടത്തരങ്ങളല്ല, അതൊരു തരം നമ്മളല്ലേ, നമ്മളൊരു ഇങ്ങനെയൊക്കെ പിടിക്കുന്ന സ്റ്റൈല് ഒരു എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ. അപ്പം ഏകദേശം ഇത്ര ഓക്കെ. ഇപ്പം നമുക്ക് ഓക്കെ ഇതൊക്കെ ആയി. ഷാഡോ ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് കൊടുക്കാം. ഞാൻ ലിപ്പ് ലൈനർ ഇട്ട് കൊടുക്കുന്നില്ല. എനിക്ക് ലിപ്പ് ലൈനറൊക്കെ ഇടുമ്പോൾ സത്യം പറഞ്ഞാലേ ഫേസിന് ഒരുമാതിരി അധികം എന്തൊക്കെ ഇട്ട ഒരു ഫീലാട്ടെ. ഞാൻ അതുകൊണ്ടാണ് ലിപ്പ് ലൈനർ അങ്ങനെ യൂസ് ചെയ്യാത്തത്. അത്യാവശ്യം വലിയ ചുണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ലിപ്പ് ലൈനർ ഇടുമ്പോൾ അത് ചുണ്ടിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് എല്ലാവരും. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ഖൂബ്സൂരത്ത് കുച്ചിപ്പുടി മാർസിൻ്റെ ലിപ്സ്റ്റിക്ക്. പിന്നെ ഞാൻ ഫുള്ള് സിൽവർ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് നമ്മുടെ ഐ ഷാഡോ കണ്ണിനടിയിൽ കൂടെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് കണ്ണിനൊന്ന് ഈ ഒരു നമ്മൾ മുകളിലിട്ട് തന്നെ താഴേക്കൊന്ന് റീജോയിൻ ചെയ്യിക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം എല്ലാവരും. അതുകൂടെ ആയാലും നമ്മൾ ഫൈനലാണത്. നമ്മൾ ഇട്ട സെയിം കളർ തന്നെ അടിയിലൂടെ ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് അങ്ങ് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യിച്ചാട്ടോ. അതിൽ നമുക്കിനി ലാസ്റ്റ് ഒന്ന് ഫൈനലി നമുക്കൊന്ന് നമ്മുടെ സെറ്റിംഗ് സ്പ്രേ. ഓക്കെ, അത് ഞാനൊന്ന് എൻ്റെ സ്പോഞ്ചിനൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എക്സസ് ആയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ അതൊക്കെ അതൊന്ന് എടുത്തോളും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരുവിധം ഇതൊക്കെ സെറ്റാണ്. ഇനി നമുക്ക് നമ്മുടെ ഓർണമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒന്ന് ഹെയർ ഒന്ന് ജസ്റ്റ് ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് സ്ട്രൈറ്റ്നർ കൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇനി ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഞാനിതിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ഇടാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ജസ്റ്റ് ഫേസ് മേക്കപ്പ് മാത്രമേ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ എന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നത് വരെ